മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രപഞ്ച മനസ്സിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്നത്? ഇനി ഇതിന് ഉത്തരമായി ഓതർ മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നാണ്. അതിനായി ഓതർ പറയുന്നത് തിങ്കിങ് ഇൻ എ സെർട്ടൻ വേ എന്നാണ്. ആ പ്രത്യേക രീതിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. പലർക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്ലിയർ ആയിട്ടുള്ള ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാകുന്നില്ല എന്നതാണ്. മാത്രമല്ല, കൃതജ്ഞതയുമില്ല. വ്യക്തമായിട്ടുള്ള ഒരു മെൻ്റൽ പിക്ചർ നിങ്ങൾ പ്രപഞ്ച മനസ്സിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാതാകുമ്പോഴാണ് വ്യക്തമല്ലാത്ത ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്നല്ലേ ആഗ്രഹം? അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് എന്നായിരിക്കും പൊതുവെ പറയുക. ഓതർ പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കണം. അതായത് എന്തിനു വേണ്ടിയാണ് പണം ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ഓതർ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആൽഫബറ്റ്സ് എ മുതൽ സെഡ് വരെയുള്ള 26 അക്ഷരങ്ങളും അയച്ചു കൊടുത്ത ശേഷം അവരോട് ആവശ്യമുള്ള വാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുത്തോ എന്നാണോ പറയാറുള്ളത്? അതോ ഡിക്ഷണറിയിൽ നിന്നും കുറേ വാക്കുകൾ അയച്ചു കൊടുത്തിട്ട് കുറേ വാക്കുകൾ ഉണ്ടാക്കിക്കോളൂ എന്നും പറയാറുണ്ടോ? ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. പകരം അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തയ്യാറാക്കി അയച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കുകയുള്ളൂ. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ. ഇനി നിങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് ഒരു മെസ്സേജ് അയക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ശ്രദ്ധ ഒരുപക്ഷെ 101% അല്ലേ? മെസ്സേജ് ടൈപ്പ് ചെയ്ത് 4-5 പ്രാവശ്യം റീചെക്ക് ചെയ്യും. അതിലെ വാക്കുകളെ വീണ്ടും വീണ്ടും വായിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി വന്ന ശേഷം മാത്രമേ അയക്കുകയുള്ളൂ, അല്ലേ? നമ്മുടെ ആഗ്രഹം പ്രപഞ്ച മനസ്സിനെ ആകർഷിക്കാൻ നിങ്ങളുടെ ആഗ്രഹത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. അടുത്തതായി ഓതർ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷവും മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവവും നിങ്ങൾക്ക് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം. ഓതർ പ്രാർത്ഥനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തത്. പകരം മനസ്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞ് മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് 100% ലഭിക്കും എന്ന വിശ്വാസമുണ്ടാകണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കുകയുള്ളൂ. വിശ്വാസമാണ് പ്രാർത്ഥനയുടെ പ്രധാന ഘടകം. പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് ചിന്തിക്കുകയും ലഭിച്ച ശേഷം ഉണ്ടാകുന്ന സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യുകയും വേണം. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. കൃത്യമായ ഉദ്ദേശവും ലക്ഷ്യവും കൃതജ്ഞതയും പൂർണ്ണ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും നിങ്ങൾക്ക് ആഗ്രഹം ലഭിച്ച ശേഷമുണ്ടാകുന്ന ഫീൽ അനുഭവിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. അടുത്തത് ഓതർ പറയുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ഇച്ഛാശക്തിയെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത്. നിങ്ങളുടെ ഇച്ഛാശക്തിയെ ഉപയോഗിക്കേണ്ടത്
നിങ്ങൾക്കുള്ളിലാണ്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന ഈ പുസ്തകത്തിൽ ഓഥർ പറയുന്ന പല കാര്യങ്ങളും വിചിത്രമായി നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചാൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ കാര്യം നടക്കാൻ മറ്റുള്ള ആളുകളെ അനാവശ്യമായി ഉപയോഗിക്കുവാനും നിർബന്ധമായി ചെയ്യിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുവാനും പാടില്ല. ഒരാളെ മാനസികമായി തളർത്തി നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതും ശാരീരികമായി തളർത്തി നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതിലും ഒരു വ്യത്യാസവുമില്ല എന്നാണ് ഓഥർ പറയുന്നത്. ഒരാളെ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടിമയാകുന്നു. ഇതേ രീതി തന്നെയാണ് ഒരാളെ നിങ്ങൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യിപ്പിച്ചാലും ആ വ്യക്തി നിങ്ങളുടെ അടിമയാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രപഞ്ച നിയമപ്രകാരം നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ആ കാര്യം ചെയ്യുന്നത് അതിന് വിപരീതമായ ഫലങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടിയെത്തിയിരിക്കും. കാരണം ഓരോ വ്യക്തിയും ഈ പ്രപഞ്ച മഹാശക്തിയുടെ അംശമാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഈ പ്രപഞ്ചം ഓരോ വ്യക്തിയെയും കാണുന്നത് പ്രാധാന്യത്തോടുകൂടിയാണ്. ഓഥർ പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സാമ്പത്തിക നേട്ടത്തിനോ മറ്റ് എന്ത് കാര്യത്തിനായാലും ആരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യിപ്പിക്കരുത്. അത് സ്പിരിച്വലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വിൽ പവർ അഥവാ ഇച്ഛാശക്തിയെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കുള്ളിലാണ്, അതായത് നിങ്ങളുടെ മനസ്സിലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറത്തും സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സും ചിന്തകളും ചിട്ടയുള്ളതാണെങ്കിൽ നിങ്ങളുടെ പുറം ലോകവും പ്രവൃത്തികളും ചിട്ടയുള്ളത് തന്നെയായിരിക്കും. ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ഓഥർ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്നതിനായി നിങ്ങളുടെ മനസ്സിൽ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ മാനസിക ചിത്രത്തെ ശക്തമായി വിശ്വാസത്തോടെ നിലനിർത്തുക. അതിൻ്റെ ഉദ്ദേശവും വ്യക്തതയുള്ളതായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുക എന്നാണ് ഓഥർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മാനസിക ചിത്രങ്ങൾ ശക്തമാകുമ്പോൾ അത് ഫോംലെസ് സബ്സ്റ്റൻസ് എന്ന എനർജിയിൽ പോസിറ്റീവായ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് ആരംഭിക്കുകയും ചെയ്യും. ഉടൻ തന്നെ ആ ഇംപ്രഷനെ പ്രപഞ്ചത്തിലെ പല കോണുകളിലേക്കും വ്യാപിപ്പിക്കുകയും ആ വ്യാപനം മാനിഫെസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ആ ഇംപ്രഷൻ ചലിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനുള്ള കാര്യങ്ങളും ജീവനില്ലാത്ത കാര്യങ്ങളും എന്തിന് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത വസ്തുക്കൾ വരെ നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുമെന്നാണ് ഓഥർ പറയുന്നത്. എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്ത വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കാണുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹപൂർത്തീകരണത്തിനായി അൺകോൺഷ്യസ്ലി പ്രവർത്തിക്കാനും തുടങ്ങുന്നു. ലക്ഷ്യപൂർത്തീകരണത്തിനായി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള സംശയമോ വിശ്വാസമില്ലായ്മയോ ഉണ്ടായാൽ ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം സംഭവിക്കാൻ സമയമെടുക്കും. എത്രത്തോളം കാലം ആ സംശയവും
വിശ്വാസമില്ലായ്മയും മനസ്സിൽ നിലനിർത്തുന്നുവോ, അത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നവ നിങ്ങളിൽ നിന്നും അകന്നു പോകുകയും ചെയ്യും. ഓദർ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കുന്നത്, നിങ്ങൾ സമ്പന്നനാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആദ്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. അതുമാത്രമല്ല, ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യരുത്. പകരം സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ചാരിറ്റിയെക്കുറിച്ചുള്ള ചിന്തകളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വേറെ ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രം തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ ഒരു കാരണമായി മാറുക. നിങ്ങൾക്കുള്ളിലെ ആ ഇച്ഛാശക്തിയെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ആരെയെല്ലാം സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവരെയെല്ലാം സഹായിക്കുക. ഓദർ പറയുന്നത്, നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സിലെ ദാരിദ്ര്യ ചിന്തകൾ മാറ്റി നിങ്ങൾക്കാഗ്രഹമുള്ള ജീവിതത്തിലേക്കും സമ്പത്തിലേക്കും മനസ്സിനെ വിശ്വാസത്തോടെയും വ്യക്തമായ ഉദ്ദേശത്തോടെയും ഉറപ്പിക്കുക. ഒരു വ്യക്തി സമ്പത്തുണ്ടാക്കണം എന്ന ആഗ്രഹത്തോടെ മനസ്സിൽ നല്ല ചിന്തകൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്തിനെതിരായ വാക്കുകളെയും സാഹചര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സമ്പത്ത് വന്നു തുടങ്ങിയാൽ പോലും നിലനിർത്താനായി സാധിക്കില്ല എന്നാണ് ഓദർ പറയുന്നത്. നിങ്ങൾ കുടുംബക്കാരോടായാലും സുഹൃത്തുക്കളോടായാലും മുൻപുണ്ടായ ദാരിദ്ര്യ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തണം. എന്തിന്? നിങ്ങൾ പണ്ടുണ്ടായ ദാരിദ്ര്യ സാഹചര്യത്തെ ഓർക്കുന്നത് പോലും നിർത്തണം. പല ആളുകളും പണ്ട് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കുമുണ്ടായ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് പണത്തിൻ്റെ വില മനസ്സിലാകണം എന്ന് കരുതിയാണ് പറയുന്നത്. എങ്കിലും സമ്പത്തുണ്ടാവണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ ചിന്തകളും സംസാരങ്ങളും ഉടൻ നിർത്തുക. പകരം സമ്പത്തിനെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുക. ശുഭകരമായ ചിന്തകൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്തിനെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. സമ്പന്നനുമാകണം, ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്നത് മാനിഫെസ്റ്റേഷന് എതിരായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഓദർ പറയുന്നത്, ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഈ ലോകം നാശത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ലോകം പിശാചിൻ്റെ പിടിയിലായി കഴിഞ്ഞു, ഈ ലോകത്തിൽ നിന്നും നമുക്കിനി ഒരു രക്ഷയുമില്ല എന്നൊന്നും ചിന്തിക്കരുത്. പകരം ഈ ലോകം എത്ര മനോഹരമാണ്, ജീവിതം എത്ര എളുപ്പമാണ്, മലയും കാടും സൂര്യനും കടലുമെല്ലാം എത്ര സുന്ദരമാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, ഈ ലോകം സമ്പത്തിനാൽ നിറയുന്നുവെന്നും ആളുകളെല്ലാം സമ്പന്നരാകുന്നുവെന്നും ചിന്തിക്കുക. ലോകത്ത് പലതും നടക്കുന്നുണ്ട്. അതിലേക്കെല്ലാം നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിക്കില്ല. പാവപ്പെട്ട ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സമ്പത്തുണ്ടാക്കണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ടത് ദരിദ്രർ, പാവപ്പെട്ടവർ എന്നതിന് പകരം അവർ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് ചിന്തിക്കുക. സ്വന്തം ചിന്തകളിൽ ഇല്ലായ്മയെ മാത്രം നിറച്ചിരിക്കുന്ന ആളുകളാണ് കൂടുതലും ദാരിദ്ര്യത്തിൽ കുടുങ്ങി നിൽക്കുന്നത്. പക്ഷേ പല ആളുകൾക്കും ഒന്ന് മാറി ചിന്തിച്ചാൽ ദാരിദ്ര്യം മാറ്റാൻ സാധിക്കും. പക്ഷേ അവർ അങ്ങനെ ചെയ്യാത്തത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു അലസത എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു ചിലർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ ചിലരുടെ കാര്യം നേരെ തിരിച്ചാണ്. അധികമായി കാര്യങ്ങളെ പഠിച്ചവരായിരിക്കും അവർ. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ അവർ തയ്യാറായിരിക്കും. പക്ഷേ ഒന്നും പ്രാക്ടിക്കലാക്കില്ല. അവർ
ഓവർലോഡഡായ ഒരു അവസ്ഥയിലായിരിക്കും. പലതും പഠിച്ചു കഴിഞ്ഞ ശേഷം എവിടെ നിന്ന് തുടങ്ങണം, ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനിലായിരിക്കും അവർ. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന പുസ്തകം വായിച്ചു കഴിയുന്നതോടെ ഇതിൽ പറയുന്ന രീതിയിൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഓഥർ പറയുന്നത്. മറ്റ് കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ സമ്പന്നനാകുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സമ്പന്നരാക്കുക. മറ്റുള്ളവർക്കും മാതൃകയാകുക. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവിൻ്റെ ചുരുക്കം ഇതാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന ഒരു എനർജിയുണ്ട്. അതായത് ഫോംലെസ് സബ്സ്റ്റൻസ്. ഈ രൂപമില്ലാത്ത വസ്തു ഒരു ഊർജമാണ്. ഓരോ മനുഷ്യൻ്റെ ചിന്തകൾക്കും ഈ പറഞ്ഞ ഊർജത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ തൻ്റെ ചിന്തകളെ വ്യക്തതയോടെ ആവർത്തിച്ച് നിലനിർത്തിയാൽ ആ ഒരു മെൻ്റൽ ഇമേജ് ഈ പറഞ്ഞ ഊർജത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ സമാനമായ ഇംപ്രഷൻ ഉണ്ടാക്കുകയും ആ ഇംപ്രഷൻ ക്രമേണ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഓരോ വ്യക്തിയിലുമുള്ള ക്രിയേറ്റീവ് പവർ. ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് പവർ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ആരോടും മത്സരിക്കേണ്ടി വരുന്നില്ല. അതുമാത്രമല്ല, മത്സരിക്കുവാനും പാടില്ല എന്നാണ് ഓഥർ പറയുന്നത്. ഓരോ വ്യക്തിയിലുമുള്ള ക്രിയേറ്റീവ് പവർ, അതായത് സൃഷ്ടിപരമായ ശക്തിയുള്ള വിശ്വാസമാണത്. ആ ശക്തി ഉപയോഗിച്ച് സ്വയം വേണ്ടത് നിങ്ങൾക്ക് സൃഷ്ടിക്കാനും കഴിയും. ചിന്തകളിലൂടെ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത്, വെറുതെ ചിന്തിച്ചാൽ മാത്രം എല്ലാം നടക്കില്ല. ചിന്തിക്കുന്നതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും വേണം. അതായത് ഓഥർ പറയുന്നത് ആക്ടിങ് ഇൻ ദ സർട്ടൈൻ വേ എന്നാണ്. പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ. പല ആളുകളുടെയും തെറ്റിദ്ധാരണകൾ ഇപ്പോൾ മാറിക്കാണും. കാരണം പലരും ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാനിടയാകുന്നതിൻ്റെ കാരണം അവർ പ്രവർത്തിക്കാൻ വിട്ടുപോകുന്നു എന്നതാണ്. പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഓഥർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ കുറേ സ്വർണ്ണ നാണയങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ അതിനെക്കുറിച്ച് വീട്ടിലിരുന്ന് ചിന്തിച്ചു എന്ന് കരുതി ഏതെങ്കിലും പർവ്വതത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് സ്വയം പൊങ്ങിവന്ന് സ്വയം ശുദ്ധീകരിച്ച് സ്വയം ഒരു ഗോൾഡ് കോയിനായി മാറി റോഡിലൂടെ ഉരുണ്ടുരുണ്ട് നിങ്ങളുടെ കയ്യിലേക്കോ പോക്കറ്റിലേക്കോ വരില്ല. പകരം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെയും ചിന്തകളുടെയും ഫലമായി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പ്രേരക ശക്തി കൊണ്ട് ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി എല്ലാ കാര്യങ്ങളെയും ദിവ്യമായി ക്രമപ്പെടുത്തുകയും സ്വർണ്ണഖനികളിൽ നിന്നും അവ പുറത്തെടുക്കുന്നതിനും അത് സ്വർണ്ണ നാണയങ്ങളാക്കുന്നതിനും വിവിധ ആളുകളെ നിയോഗിക്കപ്പെടും. പക്ഷേ അത് നിങ്ങളുടെ അടുത്തേക്കെത്തുമ്പോൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്ന സാഹചര്യമായിരിക്കണം. നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടാം. പക്ഷേ അത് ആരെങ്കിലും വെറുതെ ദാനമായി തരണം എന്ന് ചിന്തിക്കരുത്. ആരുടെയും മോഷ്ടിച്ചെടുക്കുകയും ചെയ്യരുത്. നിങ്ങൾ സ്വർണത്തിന് തക്കതായ മൂല്യം കൊടുത്ത് അത് സ്വന്തമാക്കാനുള്ള വിധം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതിന് ഇനിയും കാത്തു നിൽക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. അതായത് ഈ നിമിഷം തന്നെ തുടങ്ങുക. കാരണം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും പവർഫുള്ളായ ഒരു സമയമെന്നത് ഈ നിമിഷമാണ്. നിങ്ങൾക്ക് ഭൂതകാലത്തിൽ നിന്നും ഒന്നും ഇനി ചെയ്യാനും സാധിക്കില്ല. ഇപ്പോൾ ഭാവി കാലത്തിലേക്ക് പോയി ഒന്നും ചെയ്യാനും നിങ്ങൾക്ക് കഴിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷമാണ്. അതായത് ശക്തമായ ഈ നിമിഷം. ചില കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ ചെയ്യേണ്ടവയായിരിക്കും. എന്നാൽ ഓഥർ പറയുന്നത് അങ്ങനെ നാളെ ചെയ്യേണ്ട കാര്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഈ നിമിഷം തന്നെ തുടങ്ങുക. നാളെ എനിക്കത് ചെയ്യാനുള്ള എല്ലാ ശക്തിയുമുണ്ട് എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും വേണം.
സാഹചര്യങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആയാലും ജോലിയായാലും നിങ്ങൾക്ക് അതിൽ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സും ജോലിയും എന്താണോ അത് മനസ്സിൽ ഉറപ്പിച്ച് ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിലും ജോലിയിലും പൂർണ്ണമായ ആത്മാർത്ഥത കാണിക്കണം. നിലവിൽ ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബിസിനസ്സിലും ജോലിയിലും നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുകയില്ല. അതുകൊണ്ട് നിലവിൽ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള തീവ്രമായ ചിന്തകൾ മനസ്സിൽ നിലനിർത്തുകയും ചെയ്യുക. എന്നാൽ ആ ബിസിനസ് അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഏതൊരു മനുഷ്യനും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നാണ് ഓഥർ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പരമാവധി കഴിവുകൾ പുറത്തെടുത്ത് പ്രവർത്തിക്കണമെന്നാണ്. ഓരോ ദിവസവും പ്രവൃത്തികൾ ചെയ്യുക എന്നത് മാത്രമല്ല, ഓരോ ദിവസവും ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏതൊരു വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് തുല്യമായ ഫലമാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരു വ്യക്തി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റിയില്ലെങ്കിൽ സമ്പത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിനും സർക്കാരിനും മറ്റെല്ലാ മേഖലകൾക്കും ഒരു ഭാരമാണ്. ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത്. അലസമായ ജീവിതത്തെ കാണുന്നവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അത് കാരണം അവരെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം എന്നൊരു ആവേശം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സാമ്പത്തികമായി ഉന്നതിയിലെത്തിയ എല്ലാവരും മുന്നോട്ടാണ് നടന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും മുന്നോട്ടാണ്. ഓരോ പടി മുന്നോട്ട് വയ്ക്കുമ്പോഴും നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഏതൊരു ദിവസവും 2 തരത്തിലായിരിക്കും. ഒന്നില്ലെങ്കിൽ സക്സസ്ഫുൾ ഡേ, അല്ലെങ്കിൽ ഫെയില്യൂർ ഡേ. നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് സക്സസ്ഫുൾ ഡേ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും അലസമായി ചെയ്യാതിരിക്കുന്ന ദിവസത്തെയാണ് ഫെയില്യൂർ ഡേ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാഴ്ചയിൽ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാകില്ല. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞുപോയ ആ ദിവസങ്ങളിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. നിത്യജീവിതത്തിൽ നിങ്ങൾ നിസാരമെന്ന് കരുതി പ്രവർത്തിക്കുന്ന കാര്യത്തെ പ്രപഞ്ചം എങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പറയുന്ന നിസാരമായ ഈ പ്രവൃത്തികൾ ഒരുപക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ പല വാതിലുകളും തുറക്കാനുള്ള ഒരു താക്കോലായിരിക്കും. ചെറിയ കാര്യം അല്ലെങ്കിൽ വലിയ കാര്യം എന്ന് തരംതിരിച്ചത് നിങ്ങളാണ്, അല്ലാതെ പ്രപഞ്ചമല്ല. പ്രപഞ്ചത്തിന് ചെറുത് വലുത് എന്ന വേർതിരിവൊന്നുമില്ല. ഈ മഹാപ്രപഞ്ചത്തിലെ സുപ്രീം ഇൻ്റലിജൻസ് അഥവാ പരമോന്നത ബുദ്ധി നിങ്ങളുടെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ എന്തെല്ലാം കോമ്പിനേഷൻസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ചെറുതായാലും വലുതായാലും ഓരോ ദിവസവും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് പ്രപഞ്ച മനസ്സിന് അനുകൂലമായ രീതിയിൽ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിലല്ല കാര്യം, എത്ര കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് കാര്യം. ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സമ്പത്ത് നിങ്ങളെ തേടി വരുമെന്നുള്ളത് ഗണിതശാസ്ത്രം പോലെ കൃത്യമായ
ഒരു ശാസ്ത്രമാണ് എന്നാണ് ഓഥർ പറയുന്നത്. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നതും അതുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെ കൊത്തിവെച്ചിരിക്കണം. ഇവിടെ നിങ്ങളുടെ മനസ്സും ഏകാഗ്രതയുമാണ് പ്രധാനമായും വേണ്ടത്. അതുപോലെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ പ്രവൃത്തിയെ ശ്രദ്ധയുമായി കണക്ട് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ഫോഴ്സും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒത്തുകൂടാൻ തുടങ്ങുന്നു. അതിലൂടെ നിങ്ങൾക്കാവശ്യമായത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ ലോകത്തുള്ള എല്ലാ തൊഴിലിനും ആവശ്യമായ അടിസ്ഥാന കഴിവുകൾ ജന്മനാ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത്. എന്നിട്ട് നിങ്ങൾക്കുള്ളിലെ ആ കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുന്നത്. ഓഥർ പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുത്ത തൊഴിലിന് ആവശ്യമായ ഉപകരണം അഥവാ ടൂൾസ് എത്ര നല്ലതാണെങ്കിലും നിങ്ങൾക്കത് കൃത്യമായി ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമുണ്ടാകില്ല എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എക്സ്പേർട്ടായ ഒരു കാർപ്പൻ്റർ നല്ലൊരു ചെയർ ഉണ്ടാക്കിയെന്ന് കരുതി അതേ ഉപകരണം കൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാർപ്പൻ്ററിന് അതേപോലെയുള്ള ചെയർ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. കാരണം ആ ചെയർ ഉണ്ടാക്കുന്നത് ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും അത് ശരിയായി എങ്ങനെ ഉപയോഗിക്കണമെന്ന അറിവാണ് പ്രധാനം. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഒന്നിനും തിടുക്കപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനർത്ഥം അലസമായി സമയം പാഴാക്കിക്കളയണമെന്നല്ല. നിങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന് കരുതി തിരക്ക് കൂട്ടണ്ട എന്നാണ് ഓഥർ പറയുന്നത്. വ്യക്തമായും തീവ്രമായും ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അവസരങ്ങൾ നഷ്ടപ്പെടില്ല. അതായത്, ഒരു മനുഷ്യന്റെ അകം ലോകത്ത് അവസരം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ പുറം ലോകത്ത് അവന് ഒരു അവസരം കാത്തിരിക്കുന്നുണ്ടാകും. ഓഥർ മുൻപ് സൂചിപ്പിച്ച പോലെ ഒരാൾക്ക് വേണ്ടത് ക്രിയേറ്റീവ് മൈൻഡാണ്, അല്ലാതെ കോമ്പറ്റിറ്റീവ് മൈൻഡല്ല. പ്രപഞ്ചരഹസ്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നിങ്ങൾ ആരോടും മത്സരിക്കേണ്ടതില്ല. പകരം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കുക. ഏതൊരു വ്യക്തിയും കോമ്പറ്റിറ്റീവ് മൈൻഡ് അഥവാ മത്സര മനസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കുമുള്ള അവസരങ്ങളും വിഭവങ്ങളും ഇഷ്ടം പോലെ ഈ ഭൂമിയിലുണ്ട് എന്ന്. നിങ്ങളുടെ അവസരം ആരും തട്ടിയെടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ അവസരം അത് നിങ്ങൾക്കുള്ളതാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു തരി സംശയം പോലും ഉണ്ടാകുവാൻ പാടില്ല. അവസരത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഭയമോ സംശയമോ മനസ്സിൽ കയറി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള അവസരം അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ക്ഷമ കാണിക്കുകയും ചെയ്യുക. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ അവസരം ലഭിച്ചു എന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ക്രമേണ അത് മാറി വരുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതുമാത്രമല്ല, നിങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ 2-3 ദിവസങ്ങൾ ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു മനസ്സ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനെ പ്രപഞ്ചമനസ്സെന്നോ ദൈവമനസ്സെന്നോ പ്രപഞ്ചശക്തിയെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. ആ ഒരു സുപ്രീം ഇൻ്റലിജൻസുമായി നിങ്ങളുടെ മനസ്സ് എപ്പോഴും കണക്റ്റായിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ട ആ കാര്യത്തെ മാനസിക ചിത്രങ്ങളാക്കി മാറ്റി ആ സുപ്രീം ഇൻ്റലിജൻസിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള മാനിഫെസ്റ്റേഷൻ ആരംഭിക്കും. അതുകൊണ്ട് ഒന്നിനും ധൃതി കാണിക്കാതെ നിങ്ങൾക്ക് ആ കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. സന്തോഷത്തോടെ ആത്മാർത്ഥമായി മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓർക്കുക, മുൻപ് ഓഥർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക്
ഓരോ ദിവസം കഴിയുന്തോറും ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പോകാനുള്ളത് മുന്നോട്ടാണ്, പുറകോട്ടല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഗുണനിലവാരം കുറയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ബിസിനസ്സിലായാലും കൂട്ടായ്മകളിലായാലും നിങ്ങളുടെ കൂടെ ഇടപെടുന്ന ആളുകൾക്ക് ഒരു വർധനവിൻ്റെ പ്രതീതി നിങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ഓതർ പറയുന്നത്. കാരണം എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ വർധനവ് അല്ലെങ്കിൽ മെച്ചപ്പെടൽ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല കാറ്, നല്ല അറിവ്, നല്ല സൗന്ദര്യം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടണമെന്നാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു അതിമോഹമായിട്ട് കാണാൻ സാധിക്കില്ല. ഇത് പ്രപഞ്ച നിയമത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ ഒരു നിയമത്തെ ഓതർ പറയുന്നത് ദ ലോ ഓഫ് പെർപെക്ച്വൽ ഇൻക്രീസ് അഥവാ നിരന്തരമായ വർധനവിൻ്റെ നിയമം എന്നാണ്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും പ്രകൃതി നിയമത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും ഒരു ഉൾപ്രേരണയുണ്ട്, മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന ഉൾപ്രേരണ. ഇത് മനുഷ്യരിൽ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മെച്ചപ്പെടാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ്. അതിലൂടെയാണ് ഈ ഭൂമിയിൽ പരിണാമം പോലും സംഭവിക്കുന്നത്. ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതധർമ്മത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ചുരുക്കം ചില ആളുകൾ ഇനി മാറ്റങ്ങളൊന്നും വേണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടി എന്ന് ചിന്തിക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ മുരടിപ്പ് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. മറ്റു വ്യക്തികളുടെ വളർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വർധനവിലും മറ്റൊരാൾ അസൂയയോടെ നോക്കുകയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് ലോ ഓഫ് പെർപെക്ച്വൽ ഇൻക്രീസിനെതിരാണ് എന്നാണ് ഓതർ പറയുന്നത്. ഇതുപോലുള്ള ആളുകളിൽ ക്രമേണ മോശമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അവരും എപ്പോഴും മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നടത്തുന്ന ഓരോ ഇടപാടുകളും വർധനവ് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം. അതായത് ദ ഇംപ്രഷൻ ഓഫ് ഇൻക്രീസ്. ഒരു ചെറിയ ഇടപാടാണെങ്കിലും അതിനും പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഒരാൾ 1 രൂപ തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും 1 രൂപയിൽ കൂടുതൽ മൂല്യം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ കൂടുതൽ മൂല്യം തോന്നിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഏതൊരു ഇടപാടിലും എല്ലാവരും ലാഭമാണ് ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് ഓതർ പറയുന്ന ഇംപ്രഷൻ ഓഫ് ഇൻക്രീസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുമായി ഇടപാട് നടത്തുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അധിക മൂല്യം കിട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങളുടെ നേട്ടം മറ്റുള്ളവരുടെ ഒരു നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എൻ്റെ ഇടപാടിൽ എൻ്റെ ലാഭം മാത്രമേ നോക്കാറുള്ളൂ, അതുകൊണ്ട് വാങ്ങുന്നയാൾക്ക് നഷ്ടമായാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കരുത്. പ്രപഞ്ച നിയമപ്രകാരം ക്രമേണ നേരിട്ടോ അല്ലാതെയോ നഷ്ടങ്ങളും തിരിച്ചടികളും മാത്രമായിരിക്കും നിങ്ങളിൽ സംഭവിക്കുക. ഇത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ബാധകമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരാളോട് സംസാരിച്ചാൽ പോലും അവർക്ക് ആ ഒരു സംഭാഷണത്തിൽ നിന്ന് ഗുണമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതിന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ഉയർച്ചയുടെ പാതയിലാണെന്നും ആഗ്രഹിച്ചത് നേടാൻ സാധിക്കുന്നുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക.
നിങ്ങൾ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. നിങ്ങളിനി ആരോട് ഇടപെട്ടാലും, അതിനി ബിസിനസ്സിലായാലും അല്ലെങ്കിലും, നിങ്ങൾ പണം വാങ്ങുന്നതിനേക്കാൾ മൂല്യം നിങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിനും സേവനത്തിനും ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരാളോട് കുറച്ചു നേരം സംസാരിച്ചാൽ പോലും അവർക്ക് നിങ്ങളിൽ നിന്നും നല്ല വാക്കുകളും പ്രചോദനവും കിട്ടത്തക്ക രീതിയിൽ അവരോട് സംസാരിക്കുക. ഓതർ പറയുന്നത്, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത എന്നത് വാട്ട് ഐ വാണ്ട് ഫോർ മൈസെൽഫ് ഐ വാണ്ട് ഫോർ എവരിബഡി, അഥവാ എനിക്ക് കിട്ടുന്നത് പോലെ എല്ലാവർക്കും കിട്ടണമെന്നാണ്. നിങ്ങൾ ഏതു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായാലും, ടീച്ചറോ ഡോക്ടറോ ബിസിനസ്സുകാരനോ എംപ്ലോയിയോ ആരുമാകട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അധികമായ വാല്യൂ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിലൂടെ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നീട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സമ്പന്നനാകാനും കഴിയും. ഈ ഭാഗത്ത് ഓതർ ദ അഡ്വാൻസിംഗ് മാൻ, അതായത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന ചിന്താഗതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഡോക്ടർ വളരെ വിജയകരമായി ചിന്തിക്കുകയും വരുന്ന ആളുകളുടെ രോഗം ഭേദമാക്കുകയും മഹത്തായ ചിന്താഗതിയും താൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ ഉദ്ദേശവും വിശ്വാസവും ശരിയായ ദിശയിലാണെങ്കിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ആ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചേരും. അതുപോലെ ആ ഡോക്ടറിന് സ്വയം തോന്നുകയാണ്, ഞാനൊരു ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ലഭിക്കേണ്ട വിജയത്തിൻ്റെ കൃത്യമായ മെൻ്റൽ ഇമേജ് മനസ്സിലുണ്ടെന്നും വിശ്വാസത്തിൻ്റെ നിയമമനുസരിക്കുകയും കൃതജ്ഞതയുണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു രോഗിയെ ചികിത്സിച്ചാലും അവർക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. അത് ഇനി ഏത് രീതിയിലുള്ള ചികിത്സാ മാർഗമായാലും കുഴപ്പമില്ല. അതുപോലെയാണ് ഒരു ടീച്ചറിൻ്റെ കാര്യമെടുത്താലും. ഒരു ടീച്ചർ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വിശ്വാസവും ലക്ഷ്യവും കൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചാൽ, ആ ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടിക്കും ഭാവിയിൽ ജോലി കിട്ടാതിരിക്കില്ല. ഇത് ഒരു ടീച്ചറിൻ്റെ കാര്യത്തിലോ ഡോക്ടറിൻ്റെ കാര്യത്തിലോ മാത്രമല്ല. അതിനി വക്കീലായാലും എഞ്ചിനീയറായാലും ഇൻഷുറൻസ് ഏജൻ്റ് ആയാലും ശരി. ഇത്തരത്തിലുള്ള മാനസികവും വ്യക്തിപരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ് ഓതർ പറയുന്നത്. സമ്പന്നനാകുക എന്നത് കൃത്യമായ ശാസ്ത്രമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൽ ഗണിതശാസ്ത്രപരമായി ഉറപ്പുള്ളതാണ് ദ ലോ ഓഫ് ദ ഇൻക്രീസ് ഓഫ് ലൈഫ്, അഥവാ ആയുസ് വർദ്ധിപ്പിക്കൽ എന്ന നിയമം. ഇനി നിങ്ങൾ ശമ്പളം വാങ്ങുന്നയാളാണോ കൂലിപ്പണിക്കാരനാണോ എങ്കിൽ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കും സമ്പന്നനാകാനുള്ള അവസരം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നയാൾക്കും സമ്പന്നനാകാൻ സാധിക്കും. പക്ഷേ മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ടാവുകയും ഒരു നിശ്ചിത രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുകയും വേണം. ശരിയാണ്, കിട്ടുന്ന ശമ്പളം കുറവും ജീവിത ചെലവ് കൂടുതലുമാണ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ മാനസിക കാഴ്ചപ്പാട് രൂപപ്പെടുത്തുക. എന്നിട്ട് ലക്ഷ്യത്തോടെയും വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. എങ്കിലും നിങ്ങൾക്കുള്ളിലെ ഭയമാണ് നിങ്ങളെ ഇപ്പോഴും ഉയർച്ചയിലെത്തിക്കാതെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെ കൊണ്ടുപോകാൻ കാരണമാകുന്നത്. പ്രപഞ്ചശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ശക്തിയെ തിരിച്ചറിയുകയും സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സമ്പത്ത് ഉണ്ടാക്കാൻ വലിയ വിദ്യാഭ്യാസമോ പണമോ ആവശ്യമില്ല എന്ന കാര്യം. നിങ്ങൾക്ക് വേണ്ടത്
നിങ്ങൾ ആഗ്രഹിച്ചത് പ്രപഞ്ച മനസ്സ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തു തരും എന്ന ഉറച്ച വിശ്വാസവും ആത്മാർത്ഥമായ നിങ്ങളുടെ പ്രവർത്തനവുമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഏതെല്ലാം ജോലികൾ തിരഞ്ഞെടുത്ത് ചെയ്യാൻ സാധിക്കുമോ ആ ജോലികളെല്ലാം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ചെയ്യുക. പക്ഷേ ഓരോ ജോലിയും തികച്ചും വിജയകരമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയത്തിൻ്റെയും ശക്തിയുടെയും സമ്പത്തിൻ്റെയും ലക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ തൊഴിലുടമയോ മാനേജറിനെയോ പ്രീതിപ്പെടുത്താനായി മാത്രം ജോലി ചെയ്യരുത്. നിങ്ങൾ ജോലി ചെയ്യേണ്ടത് സ്വയം മുന്നേറണം എന്ന ആശയത്തോടെയായിരിക്കണം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്തും ജോലി ചെയ്യുന്നതിന് മുൻപും ജോലി ചെയ്തു കഴിഞ്ഞും നിങ്ങളുടെ മനസ്സിൽ വർധനവിൻ്റെ നിയമവും വിശ്വാസവും ലക്ഷ്യവും ബോധപൂർവം നിലനിർത്തണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുകയും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ശക്തി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യണം. എന്നാൽ ആരുടെ മുന്നിലും തരം താഴ്ന്ന രീതിയിൽ ഒരു അടിമയെപ്പോലെ നിൽക്കരുത്. അങ്ങനെയെങ്കിൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പുരോഗതിയുണ്ടാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പൂർണ്ണമായ ആത്മാർത്ഥത കാണിക്കുക. എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയും പ്രപഞ്ച മനസ്സിൻ്റെ ശക്തിയും നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ എത്തിക്കാൻ തുടങ്ങും. ഒരിക്കലും പ്രപഞ്ച നിയമം പരാജയപ്പെടുന്നില്ല. പുരോഗമനം ഉണ്ടാകുമെന്ന് കരുതി പ്രവർത്തിക്കുകയും പ്രപഞ്ച നിയമത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയില്ല. അവസരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താൻ അല്പം സമയമെടുക്കും. എങ്ങനെ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് നിങ്ങളുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും തീവ്രത പോലെയിരിക്കും. സമ്പന്നരാകാൻ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ടെന്ന് നിങ്ങൾ ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങളെ കളിയാക്കാൻ ഇടയുണ്ട്. ഭൂരിഭാഗം ആളുകളും സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഓഥർ പറയുന്നത് ശരിയാണ്. സർക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് പലരും ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. പലർക്കും ന്യായമായ രീതിയിൽ പോലും സമ്പന്നരാകാൻ കഴിയുന്നില്ല. എന്നാലും സർക്കാരിനെയോ സർക്കാർ സംവിധാനത്തെയോ കുറ്റം പറയുന്നത് ശരിയല്ല. ഓരോ വ്യക്തിയും ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുകയും സമ്പന്നനായ തീരൂ എന്ന തീവ്രമായ ആഗ്രഹവും ഉറച്ച വിശ്വാസവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. കോമ്പറ്റീഷന് പകരം ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കണം. കോമ്പറ്റീഷനിലൂടെ ഒരാളെ എങ്ങനെയെങ്കിലും തളർത്തി ഇല്ലാതാക്കി വിജയിക്കുമ്പോൾ അവിടെ ഒരാൾ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ക്രിയേറ്റീവായി ഹാർമോണിയസായി ചിന്തിച്ച് വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും വിജയിക്കുന്നുണ്ട്, കൂടെയുള്ളവരും വിജയിക്കുന്നുണ്ട്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതുപോലെ ഓഥർ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് മുൻപ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുമുണ്ടാകും. പക്ഷേ ഇടയ്ക്കിടെ മുൻപ് സൂചിപ്പിച്ച പോലെ ആ ചിന്തകളിൽ പോയി വീഴരുത്. ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടാകുമ്പോൾ ഉടൻ തന്നെ ബോധപൂർവം മനസ്സിൽ പോസിറ്റീവായ ചിന്തകളും സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളും കൊണ്ട് നിറയ്ക്കുക. നാളെ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുമോ എന്ന് കരുതി ഇന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഫലം ലഭിക്കുന്ന ഒരു വിത്ത് കുഴിച്ചിടുന്ന പോലെയാണ്. നാളെ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തകൾക്കനുസരിച്ചാണ് എന്ന കാര്യം മറക്കരുത്. വളരെ വിജയകരമായി ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ദൂരെ നിങ്ങൾക്ക് എത്ര വലിയ തടസ്സമുണ്ട് എന്ന് മനസ്സിലായാലും ഓഥർ പറയുന്നത് ആ സെർട്ടൈൻ വേ
അഥവാ ആ പ്രത്യേക വഴിയിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ആ തടസ്സത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അത് മാഞ്ഞുപോകും. സ്ട്രിക്ട്ലി സയൻറ്റിഫിക് ലൈൻസ് അഥവാ കർശനമായ ശാസ്ത്രീയ വഴികളിലൂടെ സമ്പന്നനാകാൻ ശ്രമിക്കുന്ന ഒരു പുരുഷനെയോ സ്ത്രീയെയോ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രപഞ്ച മനസ്സിൻ്റെ നിയമമുൾപ്പെടെ എല്ലാ നിയമങ്ങളും കൃത്യമായി അനുസരിക്കുന്ന ഏതൊരു സ്ത്രീയും പുരുഷനും സമ്പന്നരാകാതിരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിനുള്ള വ്യക്തമായ പരിഹാരമാർഗം പ്രപഞ്ച മനസ്സിൽ നിന്നും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക. മറ്റൊരാളോട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും സ്വയം തരം താഴ്ത്തി പറയുകയോ സ്വയം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പറയുകയോ ചെയ്യരുത്. പരാജയത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ വളരെ ലളിതമായ രീതിയിൽ പരാജയത്തെ ഒരു സാധ്യതയായി കണക്കാക്കുന്ന രീതിയിൽ സംസാരിക്കുക. എപ്പോഴും പുരോഗതിയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. വിശ്വാസമില്ലാതെയുള്ള അമിത പ്രതീക്ഷ നിങ്ങളെ നിരാശയിലേക്ക് നയിക്കും. നിങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. അതിനു പകരം എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ കാണുക. എന്തുതന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൈവിടരുത്. ഓദർ ഒരു ശിഷ്യൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഒരു ശാസ്ത്രം മനസ്സിലാക്കിയ ഒരു ശിഷ്യൻ പ്രത്യേകമായ ഒരു ബിസിനസ് ഐഡിയയിൽ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടായില്ല എന്ന് മാത്രമല്ല, ദയനീയമായ പരാജയം നേരിടേണ്ടി വന്നു. പക്ഷേ ആ ശിഷ്യൻ നിരാശപ്പെട്ടില്ല. ഏതൊക്കെയോ അദൃശ്യ ശക്തി തനിക്കെതിരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുപോലും ആ ശിഷ്യന് തോന്നി. പക്ഷേ അതൊന്നും ആ ശിഷ്യൻ കാര്യമാക്കിയെടുത്തില്ല. ഇത് ശരിയാകാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. മനസ്സിനെ ശാന്തമാക്കി വെച്ചു. ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അതിനെ പരിഹരിച്ച് വീണ്ടും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. 1-2 ആഴ്ചകൾക്കുള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടായി. അവൻ്റെ ആഗ്രഹം വലുതായിരുന്നു. പക്ഷേ അവൻ അതിനനുസരിച്ച് മനസ്സിനെ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും എല്ലാ ദിവസവും ആ ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയും ഓരോ പ്രവൃത്തിയും പ്രധാനപ്പെട്ടതാണ് എന്ന രീതിയിൽ നിങ്ങളിലും പ്രപഞ്ചശക്തിയിലും ശക്തമായ വിശ്വാസമുണ്ടായാൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്. ഓദർ വാലിസ് ഡി വാട്ടിൽസ് പറയുന്നത് പോലെ, നിശ്ചിത രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്കും വിജയിക്കാനാകും.